ഹയർ എഡ്യൂക്കേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി സർവകലാശാല വാർത്തകൾ. ആശയങ്ങൾ സംരംഭങ്ങളാക്കാം. ബിഗ് ഐഡിയ കോമ്പറ്റീഷനുമായി MGU-IF. ക്രിയാത്മക ആശയങ്ങളെ സംരംഭങ്ങളാക്കി വികസിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവസരമൊരുക്കി MG സർവകലാശാല ഇന്നവേഷൻ ഫൗണ്ടേഷന്റെ ബിഗ് ഐഡിയ കോമ്പറ്റീഷൻ. വളർന്നുവരുന്ന സംരംഭകർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ റൂസ 2.0 സാമ്പത്തിക പിന്തുണയോടെ മത്സരം നടത്തുന്നത്. ആശയ രൂപീകരണം, രൂപകൽപ്പന, പ്രോട്ടോടൈപ്പ് വികസനം എന്നിവയ്ക്കായി 2 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ഭാഗമായി ഗ്രാന്റായി ലഭിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന് MGU-IF-ൽ 3 വർഷത്തെ ഇൻക്യുബേഷൻ സൗകര്യം, പേറ്റന്റ് രജിസ്ട്രേഷൻ, സീഡ് ഫണ്ടിംഗ്, നിക്ഷേപകരുമായി സംവദിക്കുന്നതിനുള്ള അവസരം, വിപണി വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ലഭിക്കും. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ നിലവിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പങ്കെടുക്കാം. കഴിഞ്ഞ 2 വർഷക്കാലം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെയും പരിഗണിക്കും. മറ്റു പദ്ധതികളിൽ MGU-IF ഫണ്ട് ലഭിച്ചവർ അപേക്ഷിക്കേണ്ടതില്ല. ഏപ്രിൽ 16 വരെ ആശയങ്ങൾ സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ www.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078030009. MG സർവകലാശാലയിലെ ഗവേഷകർക്ക് പുരസ്കാരം. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്ന ഇന്ത്യൻ സൊസൈറ്റി ഓഫ് എക്സ്ട്രാ സെല്ലുലാർ വെസിക്കിൾസ് പ്രാരംഭ സമ്മേളനത്തിൽ ഇൻസൈഡ് ഇവോൾവ് 2025 മികച്ച പോസ്റ്റർ അവതരണത്തിനുള്ള 3ാം സ്ഥാനം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിക്ക്. തലപ്പാടിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ചിലെ പി നീതുവാണ് ഡോക്ടർ ബ്ലെസി എം മാണിയുമായി ചേർന്ന് തയ്യാറാക്കിയ അവതരണത്തിന് പുരസ്കാരം നേടിയത്. IUCBR-ൽ ഡോക്ടർ ഉഷ രാജമ്മയുടെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തി വരികയാണ് നീതു. പരീക്ഷാഫലം. 3ാം സെമിസ്റ്റർ MA ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് 2023 അഡ്മിഷൻ റെഗുലർ, 2021-22 അഡ്മിഷനുകൾ റീ അപ്പിയറൻസ് ഒക്ടോബർ 2024 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഏപ്രിൽ 11 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ studentportal.mgu.ac.in എന്ന ലിങ്കിൽ ലഭ്യമാണ്. 3ാം സെമിസ്റ്റർ PGCSS MA ഹിന്ദി, MSc ബയോസ്റ്റാറ്റിക്സ്, MSc പ്ലാന്റ് ബയോടെക്നോളജി, MSc ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MSc ഫിഷർ ബയോളജി ആൻഡ് അക്വാകൾച്ചർ 2023 അഡ്മിഷൻ റെഗുലർ, 2019 മുതൽ 22 വരെ അഡ്മിഷനുകൾ റീ അപ്പിയറൻസ് ഒക്ടോബർ 2024 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഏപ്രിൽ 11 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. അഫിലിയേറ്റഡ് കോളേജുകളിലെ 3ാം സെമിസ്റ്റർ ഇന്റഗ്രേറ്റഡ് MA, MSc 2023 അഡ്മിഷൻ റെഗുലർ, 2021-22 അഡ്മിഷനുകൾ ഇംപ്രൂവ്മെന്റും സപ്ലിമെന്ററിയും, 2020 അഡ്മിഷൻ സപ്ലിമെന്ററി ഒക്ടോബർ 2024 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഏപ്രിൽ 11 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. 3ാം സെമിസ്റ്റർ PGCSS മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് 2023 അഡ്മിഷൻ റെഗുലർ, 2019 മുതൽ 22 വരെ അഡ്മിഷനുകൾ റീ അപ്പിയറൻസ് ഒക്ടോബർ 2024 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഏപ്രിൽ 10 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. പരീക്ഷാഫലം. 3ാം സെമിസ്റ്റർ PGCSS MA ആനിമേഷൻ, MA സിനിമ ആൻഡ് ടെലിവിഷൻ, MA ഗ്രാഫിക് ഡിസൈൻ, MA മൾട്ടിമീഡിയ, MA പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ജേർണലിസം, MA ഡെവലപ്മെന്റ് എക്കണോമിക്സ്, MA പൊളിറ്റിക്കൽ സയൻസ്, MSc ഡാറ്റ അനലിറ്റിക്സ് 2023 അഡ്മിഷൻ റെഗുലർ, 2019 മുതൽ 2022 വരെ അഡ്മിഷനുകൾ റീ അപ്പിയറൻസ് ഒക്ടോബർ 2024 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഏപ്രിൽ 12 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ studentportal.mgu.ac.in എന്ന ലിങ്കിൽ ലഭ്യമാണ്. പ്രാക്ടിക്കൽ. 6ാം സെമിസ്റ്റർ BVOC ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ 2022 അഡ്മിഷൻ റെഗുലർ, 2018 മുതൽ 21 വരെ അഡ്മിഷനുകൾ റീ അപ്പിയറൻസ് പുതിയ സ്കീം ഫെബ്രുവരി 2025 പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ഏപ്രിൽ 3 ആരംഭിക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിൽ. കണ്ണൂർ സർവകലാശാല വാർത്തകൾ. ഹാൾ ടിക്കറ്റ്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള
അഫിലിയേറ്റഡ് കോളേജുകളിലെ ഇന്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാമിന്റെ 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് ഏപ്രിൽ 2025 പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.kannuruniversity.ac.in. ഹാൾ ടിക്കറ്റ് ലഭിക്കാത്തവർ സർവകലാശാലയുമായി ബന്ധപ്പെടേണ്ടതാണ്. സംസ്കൃത സർവകലാശാല വാർത്തകൾ. സംസ്കൃത സർവകലാശാല ബജറ്റ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ 2025-26 അക്കാദമിക വർഷം മുതൽ സർവകലാശാലയ്ക്ക് NCTE അനുമതി നൽകിയ നൂതന പദ്ധതിയായ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEP ആരംഭിക്കും. ആകെ 50 സീറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിൽ ഉറുദുവിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമും ഏറ്റുമാനൂരിൽ പ്രാദേശിക കേന്ദ്രത്തിൽ PG ഡിപ്ലോമ ഇൻ ആയുർവേദിക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമും ആരംഭിക്കും. സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലെ ഭരണനിർവഹണ സമുച്ചയത്തിൽ ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് ഈ തീരുമാനങ്ങൾ. ഫിനാൻസ് സ്ഥിരം സമിതി കൺവീനർ അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ബജറ്റ് അവതരിപ്പിച്ചു. 154.93 കോടി രൂപ വരവും 169.49 കോടി രൂപ ചിലവുമുള്ള 14.56 കോടി രൂപയുടെ കമ്മി ബജറ്റാണ് അവതരിപ്പിച്ചത്. കാലിക്കറ്റ് സർവകലാശാല വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാല പൊതുപ്രവേശന പരീക്ഷയ്ക്ക് CUCET ഏപ്രിൽ 15 വരെ അപേക്ഷിക്കാം. 2025-26 അധ്യയന വർഷത്തെ കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലെ PG, ഇന്റഗ്രേറ്റഡ് PG സർവകലാശാല സെന്ററുകളിലെ MCA, MSW, MPEd, BPES, ഇന്റഗ്രേറ്റഡ് അഫിലിയേറ്റഡ് കോളേജുകളിലെ MPEd, BPEd, BPES ഇന്റഗ്രേറ്റഡ്, MSW, MSW ഡിസാസ്റ്റർ മാനേജ്മെന്റ്, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി, MSc ഫോറൻസിക് സയൻസ് എന്നീ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനായി നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷയ്ക്കായി CUCET ഓൺലൈൻ രജിസ്ട്രേഷൻ 2025 ഏപ്രിൽ 15 അവസാനിക്കും. പരീക്ഷയ്ക്കായി തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ BPEd എന്നിവയ്ക്ക് അവസാന സെമസ്റ്റർ വർഷബിരുദ വിദ്യാർത്ഥികൾക്കും ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് +2 വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രവേശന സമയത്ത് നിശ്ചിത അടിസ്ഥാന യോഗ്യത നേടിയിരിക്കണം. മൊത്തം 6 സെഷനുകളായി തിരിച്ചാണ് പരീക്ഷ നടത്തുക. അപേക്ഷകരുടെ യോഗ്യത അനുസരിച്ച് ഒരേ അപേക്ഷയിൽ തന്നെ ഒരു സെഷനിൽ നിന്നും ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് പരമാവധി 6 പ്രോഗ്രാമുകൾ വരെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോ പ്രോഗ്രാമിനും ജനറൽ വിഭാഗത്തിന് 610 രൂപയും SC/ST വിഭാഗത്തിന് 270 രൂപയുമാണ് അപേക്ഷാ ഫീസ്. LLM പ്രോഗ്രാമിന് ജനറൽ വിഭാഗത്തിന് 830 രൂപയും SC/ST വിഭാഗത്തിന് 390 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓരോ അധിക പ്രോഗ്രാമിനും 90 രൂപ അടയ്ക്കേണ്ടതാണ്. എല്ലാ വിഭാഗം സീറ്റുകളിലേക്കുമുള്ള പ്രവേശന പരീക്ഷാ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമായിരിക്കും നടത്തുക. ആയതിനാൽ പ്രവേശന പരീക്ഷാ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ പൊതുപ്രവേശന പരീക്ഷ മുഖാന്തരമുള്ള പ്രോഗ്രാമുകളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ CAP IDയും പാസ്വേഡും മൊബൈലിൽ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകർ admission.uoc.ac.in എന്ന ലിങ്കിൽ അവരുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷന്റെ തുടക്കത്തിൽ മൊബൈൽ നമ്പർ OTP വേരിഫിക്കേഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ആയതിനാൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടേതോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ഫോൺ നമ്പർ മാത്രമേ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകാവൂ. തുടർന്ന് മൊബൈലിൽ ലഭിച്ച CAP IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ പൂർത്തീകരിക്കേണ്ടതാണ്. അപേക്ഷയുടെ അവസാനമാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപേ അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടച്ചതിനു ശേഷം അപേക്ഷകർ അവരുടെ ജില്ല, പരീക്ഷാ കേന്ദ്രം എന്നിവ തിരഞ്ഞെടുത്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. പ്രിന്റ് ഔട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അപേക്ഷ പൂർണ്ണമാകുകയുള്ളൂ. പ്രിന്റ് ഔട്ടിൽ രേഖപ്പെടുത്തിയ കോളേജ്, പ്രോഗ്രാം, റിസർവേഷൻ തുടങ്ങിയ വിവരങ്ങൾ വിദ്യാർത്ഥികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്.
പ്രവേശന പരീക്ഷാ തീയതി, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി, പ്രവേശനം ആരംഭിക്കുന്ന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രവേശന വിജ്ഞാപനത്തിനും കൂടുതൽ വിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക admission.uoc.ac.in. ഇതോടുകൂടി റേഡിയോ CU ഹയർ എഡ്യൂക്കേഷൻ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.